നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. തസ്മാത് സത്സു വിശേഷേണ വിശ്വാസം കുരുതേ ജന. അതിനാൽ സജ്ജനങ്ങളിൽ ആളുകൾ സവിശേഷമായിട്ട് വിശ്വാസം അർപ്പിക്കുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങയിൽ ഞാൻ സവിശേഷമായി വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ സൗഹാർദ്ദത്തെ ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്നു. അതാണ് ഈ വിശ്വാസത്തിന് ആസ്പദം. സൗഹാർദ്ദം പുലർത്തുന്നയാളുകൾ മറ്റുള്ളവരിൽ എപ്പോഴും അനുഗ്രഹം ചൊരിയും എന്ന് അതിൻ്റെ ഭാവാർത്ഥം. സൗഹാർദ്ദമുള്ള ആളുകൾക്ക് ഒരിക്കലും ആരോടും വിരോധം പ്രവർത്തിക്കാനാവില്ല. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് അവരവരുടേതായ ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവരവരുടെ ആ ഓരോ വ്യക്തിയുടെയും വിപത്തിൽ നിന്നിട്ട് ആ വ്യക്തിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സൗഹാർദ്ദത്താൽ ചെയ്യേണ്ടതായ നൽകേണ്ടതായ സേവനം അനുഗ്രഹം സജ്ജനങ്ങൾ ചെയ്തിരിക്കും. അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയിൽ എൻ്റെ വിശ്വാസം മുഴുവൻ അർപ്പിച്ചിരിക്കുന്നു. ഇത്രയും പറയുമ്പോഴേക്കും അങ്ങ് എന്നെ രക്ഷിക്കണം, ഈ ദുഃഖത്തിൽ നിന്ന് കരകയറ്റണം എന്നുള്ള അർത്ഥം അതിൽ നിന്ന് വ്യഞ്ചിച്ച് കിട്ടും. അതങ്ങനെ വാച്യമായി പറഞ്ഞില്ല. വാച്യമായി പറയാതെ സൗഹാർദ്ദത്തിൻ്റെ സവിശേഷത, സജ്ജനത്തിൻ്റെ സവിശേഷത പ്രതിപാദിച്ചുകൊണ്ട് അത് വളരെ ഭംഗിയായി സാവിത്രി ധ്വനിപ്പിച്ചു വച്ചു. പച്ചമായി പറയുന്നതിനേക്കാളും ബലം കൂടുതലാണ് ധ്വനിപ്പിക്കലിന്. യമധർമ്മൻ്റെ മനസ്സിൽ അത് വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത്. ഈ ബാലിക തന്നിൽ അർപ്പിക്കുന്നതായ ആ സൗഹാർദ്ദം, ആ വിശ്വാസം, അതിനെ അദ്ദേഹത്തിന് ആദരിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, ഉദാഹൃതം തേ വചനം യദംഗനെ ശുഭേന താദൃക് ത്വധൃതേശുതം മയ. നീ പറഞ്ഞതായിട്ടുള്ള ഈ കാര്യങ്ങളുണ്ടല്ലോ, വളരെയേറെ അർത്ഥവത്തായിട്ടുള്ളത്, വളരെയേറെ ഹൃദയസ്പൃക്കായിട്ടുള്ളത്, അങ്ങനെയുള്ളതായ ഈ വാക്കുകൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നീ പറഞ്ഞാണ് കേൾക്കുന്നത്. ഇതിനു മുമ്പ് എത്രയോ ആളുകളുമായിട്ട് എനിക്ക് പരിചയമുണ്ടായിട്ടുണ്ട്. ആരെല്ലാം എന്നോട് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ തെളിവുറ്റതായ അർത്ഥവത്തായ ഹൃദയസ്പർശിയായ വാക്കുകൾ ആരിൽ നിന്നിട്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയുള്ളതായ നിന്റെ ഈ തെളിഞ്ഞ മനസ്സിന് അനുഗ്രഹം തന്നേ പറ്റൂ. നിനക്ക് ഞാനിതാ ഇനി 4മതൊരു അനുഗ്രഹം കൂടി തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അനേന തുഷ്ടോസ്മി. നിന്റെ ഈ വാക്കുകളാൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനായിരിക്കുന്നു. അതിനാൽ വിനാശ്യ ജീവിതം വരം ചതുർത്ഥം വരേസ്വഗച്ഛ. അല്ലയോ സാവിത്രി, ഈ സത്യവാന്റെ പ്രാണൻ ഒഴികെ നിനക്കെന്തു വേണോ ചോദിക്കാം. 4മത് വരം ഞാൻ തരികയാണ്. ഇങ്ങനെയൊന്നും ആർക്കും ഞാൻ വരം കൊടുത്തിട്ടില്ല. ഈ 4മത് വരം നീ ചോദിച്ചുകൊള്ളൂ. ആ വരം ഞാൻ തരുന്നുണ്ട്, കാരണം നീ അത് അർഹിക്കുന്നു. സാവിത്രി ഉടനെ തന്നെ പറഞ്ഞു, ഇനി അടുത്തത് തൻ്റെയും സത്യവാൻ്റെയും കാര്യമാണ്. ശുശ്രുരൻ്റെ കാര്യം 2 വരങ്ങൾ കൊണ്ട് നേടി, അച്ഛൻ്റെ കാര്യം 1 വരം കൊണ്ട് നേടി. ഇനി അടുത്തത് സത്യവാൻ്റെ കാര്യം നേടണം. അത് നേരിട്ട് അങ്ങനെ അങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല. കാരണം അത് ചോദിക്കരുത് എന്ന് യമധർമ്മൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.
വിനാസ്യ ജീവിതം എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ഈ സത്യവാൻ്റെ ജീവിതം ഒഴിച്ച് ചോദിച്ചുകൊള്ളുക. അപ്പോൾ തൻ്റെ സൗഭാഗ്യവുമായി ബന്ധപ്പെടുത്തി സത്യവാൻ്റെ സൗഭാഗ്യത്തെ അവതരിപ്പിക്കുക. തനിക്ക് എങ്ങനെയാണ് സൗഭാഗ്യം ഉണ്ടാവുക? സത്യവാൻ്റെ സൗഭാഗ്യത്താൽ മാത്രമാണ് തനിക്ക് സൗഭാഗ്യം ഉണ്ടാവുക. അതാണ് ഒരു കുടുംബിനിയുടെ മനസ്സ്, അതാണ് ഒരു പതിവ്രതയുടെ മനസ്സ്. ആ മനസ്സിനെ വാക്കുകളിലൂടെ അവൾ ആവിഷ്കരിച്ചു. അല്ലയോ ഭഗവാനെ, അങ്ങ് നാലാമതൊരു വരം തരാനായിട്ട് തയ്യാറാണെങ്കിൽ ഞാനിതാ ചോദിക്കുന്നു. മമാത്മജം സത്യവതസ്തഥൗരസം ഭവേദുഭാഭ്യാമിഹ യത് കുലോദ്വഹം. എനിക്ക് ഈ സത്യവാൻ്റേതായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഔരസ സന്താനമായിട്ട് ഞങ്ങളുടെ വംശത്തെ വർദ്ധിപ്പിക്കുന്നതായ സന്താനങ്ങൾ ജനിക്കണം. ഇതാണ് എനിക്ക് ഇനി അങ്ങയോട് ചോദിക്കാനുള്ളത്. എൻ്റെയും സത്യവാൻ്റെയും സന്താനങ്ങൾ, അത് എനിക്ക് അങ്ങ് തരണം. എനിക്ക് സന്താനമായിട്ട് എനിക്ക് ആത്മജനായി അങ്ങ് തരണം. എങ്ങനെ? ശതം സുതാനാം ബലവീര്യശാലിനാം. 100 മക്കൾ. വലിയൊരു സംഖ്യ എന്നാണ് അതിനർത്ഥം. 100 ആൺമക്കൾ. സത്യവാൻ്റെ പരമ്പര നിലനിൽക്കണം. എൻ്റെ പരമ്പര സത്യവാൻ്റെ പരമ്പരയിൽ നിന്നിട്ട് അന്യമല്ല, ഒന്നായാണ് ഈ പരമ്പര നിൽക്കുന്നത്. തൻ്റെ പരമ്പര നിലനിൽക്കണമെങ്കിൽ സത്യവാൻ്റെ പരമ്പര നിലനിന്നേ പറ്റൂ. സത്യവാനെ അല്ലാതെ വേറൊരാളെ താൻ മനസ്സുകൊണ്ട് പോലും സങ്കല്പിക്കില്ല എന്നെല്ലാം ഇതിനകത്ത് കിടക്കുന്നു. എൻ്റെയും സത്യവാൻ്റെയും ഔരസ സന്താനമായിട്ട് 100 ആൺമക്കൾ, ബലമുള്ള ആളുകൾ, വീരതയുള്ള ആളുകൾ, ധർമ്മബുദ്ധിയുള്ള ആളുകൾ, ഈ വംശത്തെ വർദ്ധിപ്പിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളതായ സന്താനങ്ങൾ എനിക്ക് ലഭിക്കണം. ഇതം ചതുർത്ഥം വരയാമിതേ വരം. ഈ 4ാമത്തെ വരം ഞാനിത് അങ്ങയോട് ചോദിക്കുന്നു. സത്യവാൻ്റെ ജീവിതം ചോദിക്കരുത് എന്നാണ് അദ്ദേഹം വിലക്കിയിരിക്കുന്നത്. തന്നിൽ, സാവിത്രി പറയാണ്, തന്നിൽ സത്യവാന് സന്താനങ്ങളുണ്ടാകണം എന്നവൾക്ക് ചോദിക്കാം. സത്യവാൻ്റെ ജീവിതം ചോദിക്കുന്നില്ല, അത് ചോദിക്കരുതെന്ന് പറഞ്ഞു. തന്നിൽ സത്യവാന് മക്കളുണ്ടാകണം, ഈ വംശം നിലനിൽക്കണം, അതിനാൽ എനിക്ക് സത്യവാനിൽ നിന്നുള്ളതായ മക്കളെ തരണം. ഇത് സത്യവാനെ ജീവനോടുകൂടിയിട്ട് തിരിച്ചയക്കാൻ കാലനെ നിർബന്ധിക്കുന്നതായ വളരെ ബുദ്ധിപൂർവകമായിട്ടുള്ള ധർമ്മനിഷ്ഠമായിട്ടുള്ള പ്രാർത്ഥനയാണ്. എന്നിട്ട് വീണ്ടും യമധർമ്മൻ ആ പ്രാർത്ഥനയെ മാനിച്ചുകൊണ്ട് അനുഗ്രഹിക്കുകയാണ്. നിനക്ക് സന്താനങ്ങൾ ഉണ്ടാകട്ടെ, എനിക്ക് സത്യവാൻ്റെ ഔരസപുത്രന്മാരായി 100 സന്താനങ്ങൾ ഉണ്ടാകണമെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് സന്താനങ്ങൾ ഉണ്ടാകട്ടെ, ഈ വംശത്തിന് അഭിവൃദ്ധികരമായ സ്വഭാവ ഗുണങ്ങളോടുകൂടിയ സന്താനങ്ങൾ ഉണ്ടാകട്ടെ എന്നുടനെ തന്നെ യമധർമ്മൻ പ്രതിവചിച്ചു. ശതം സുതാനാം ബലവീര്യശാലിനാം. ബലവും വീരതയും ധാർമ്മിക ഗുണങ്ങളും ഓജസ്സും തേജസ്സും എല്ലാമുള്ള അനേകം മക്കൾ, 100 മക്കൾ. ഭവിഷ്യതി പ്രീതികരം തവാബലെ. അല്ലയോ പെൺകുട്ടി, നിനക്ക് സന്തോഷമുളവാക്കുന്നവരായിട്ടുള്ള സന്താനങ്ങൾ അനേകം പേര് ഉണ്ടാകും. ഞാനിത് അനുഗ്രഹിച്ചിരിക്കുന്നു. തനിക്ക് സന്താനങ്ങൾ ഉണ്ടാകണം എന്നാണ് ചോദ്യം. ഒപ്പം അത് തൻ്റെ ഭർത്താവായിരിക്കുന്ന സത്യവാൻ്റെ ഔരസപുത്രന്മാരായിരിക്കണം എന്നും ചോദ്യം. സത്യവാൻ്റെ ജീവൻ ചോദിക്കരുത് എന്ന് പറഞ്ഞു, അത് ചോദിച്ചിട്ടില്ല. ഇവിടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ യമധർമ്മൻ നിർബന്ധിതനാകുന്ന അവസ്ഥയാണ്. പക്ഷേ യമധർമ്മൻ അപ്പോഴും നല്ലൊരു സൂത്രം പ്രയോഗിച്ചു. നിനക്ക് 100 സന്താനങ്ങളുണ്ടാകും, വംശത്തിന് അഭിവൃദ്ധികരന്മാരായിട്ടുള്ള സന്താനങ്ങളുണ്ടാകും. ഇനിയും നീ എൻ്റെ പിന്നാലെ വരരുത്. അദ്ദേഹം പറയാണ്, പരിശ്രമസ്തേന ഭവൻ നൃപാത്മജേ. അല്ലയോ രാജകുമാരി, നിനക്ക് ഇനിയും ക്ഷീണം ഉണ്ടാകരുത്. നിവർത്ത, നീ തിരിച്ചു പോവുക. ദൂരം ഹി പഥസ്ത്വമാഗത.
നീ വളരെ ദൂരം എന്നോടൊപ്പം സഞ്ചരിച്ച് പോന്നിരിക്കുന്നു. അതിനാൽ നിനക്ക് ക്ഷീണമുണ്ടാകും. ആ ക്ഷീണം വർദ്ധിപ്പിക്കാൻ പാടില്ല, തിരിച്ചു പോയിക്കൊള്ളുക എന്ന് അദ്ദേഹം സാവിത്രിക്ക് 100 മക്കൾ ഉണ്ടാകുമെന്നുള്ള അനുഗ്രഹം കൊടുത്ത് അവളോട് തിരിച്ചു പോകാൻ പറയുന്നു. ഉടൻ തന്നെ സാവിത്രി മറുപടി പറഞ്ഞു, സദാം സദാ ശാശ്വത ധർമ്മവൃത്തി സന്തോന സീതന്തി നജ വ്യഥന്തി. സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ എപ്പോഴും ധർമ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവരാണ്. അവർ ഒരിക്കലും ധർമ്മത്തിൽ നിന്നിട്ട് ഒരു കാരണവശാലും വ്യതിചലിക്കില്ല. അവർ ഒരിക്കലും അതിൽ തളരില്ല. അവർ ഒരിക്കലും അതിൽ വേദനിക്കുകയുമില്ല. ഇത് സജ്ജനമായിരിക്കുന്ന ആ ദേവനും അതേപോലെ തന്നെ ധർമ്മത്തിൻ്റെ പന്ഥാവിൽ സഞ്ചരിക്കുന്ന സജ്ജനമായിരിക്കുന്ന തനിക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ് എന്ന് സാവിത്രി വ്യക്തമായിട്ട് പ്രകാശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കില്ല എന്നർത്ഥം. അങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞില്ല, സജ്ജനങ്ങൾ വ്യതിചലിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാവിത്രിയും അധർമ്മത്തിലേക്ക് ഒരിക്കലും പോവില്ല, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. എനിക്ക് ധർമ്മത്തെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ആ കാര്യത്തിൽ ഞാൻ തളരുകയുമില്ല, പിന്തിരിയുകയുമില്ല. എനിക്കാകട്ടെ ഇപ്പോൾ അങ്ങേപ്പോലുള്ള ഒരു സത്പുരുഷനെ, അനുഗ്രഹദാതാവിനെ, ദേവനെ ഇതാ മുന്നിൽ കാണുവാനും ശരണം പ്രാപിക്കുവാനും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. സദാം സദ്ഭിർനാഫല സംഗമോസ്തി. സജ്ജനങ്ങൾക്ക് സജ്ജനങ്ങളുമായി ഉണ്ടാകുന്നതായ പരിചയം അത് ഒരിക്കലും നിഷ്ഫലമായി തീരില്ല. അതും ശാശ്വതമായ സത്യമാണ് എന്ന് അങ്ങയ്ക്ക് നന്നായി അറിയാമല്ലോ. അതുകൊണ്ട് അല്ലയോ ദേവ, അങ്ങയോട് എനിക്കുണ്ടായതായ ഈ പരിചയം ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയോജനമായി തീരരുത് എന്ന് വ്യംഗ്യമായിരിക്കുന്ന അർത്ഥം. സജ്ജനങ്ങളുടെ മഹിമ പരിധിയില്ലാത്തതാണ്. സജ്ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല. എല്ലാം അങ്ങയ്ക്ക് അധീനമാണ്. വിധിയെ വെല്ലാൻ അങ്ങയ്ക്കാകും. അങ്ങ് തീരുമാനിച്ചാൽ മാത്രം മതി. സന്തോഹി സത്യേന നയന്തി സൂര്യം. ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാനായ ആദിത്യനെ സജ്ജനങ്ങൾ അവരുടെ തപസ്സുകൊണ്ട് നയിക്കുന്നു, സൂര്യനെ നിയന്ത്രിക്കുന്നു, സൂര്യനെ പ്രകാശിപ്പിക്കുന്നു, ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹകരമായിട്ട് പ്രയോജനപ്പെടുത്തുന്നു. സന്തോ ഭൂമിൻ തപസാ ധാരയന്തി. സജ്ജനങ്ങൾ സ്വന്തം തപസ്സിൻ്റെ ബലം കൊണ്ട് ഈ ഭൂമിയെ നിലനിർത്തുന്നു, ഭൂമിയുടെ സൗഖ്യത്തെ നിലനിർത്തുന്നു, അതിൻ്റെ ചലനക്രമത്തെ ഒരു രീതിയിലും ഭംഗം വരാതെ നിലനിർത്തുന്നു. ഇതൊക്കെയാണ് സജ്ജനങ്ങളുടെ കരുത്ത്. സന്തോ ഗതിർ ഭൂതഭവ്യസ്യ രാജൻ. കടന്നുപോയ എല്ലാ കാലങ്ങളുടെയും ആ കാലങ്ങളിൽ ജീവിച്ചിരുന്ന എല്ലാ ജീവരാശിയുടെയും ഇനി വരാനിരിക്കുന്നതായ കാലങ്ങളുടെയും അതിൽ ജീവിക്കുന്നവരായ ജീവിച്ച് ഇങ്ങനെ വിളങ്ങുന്നവരായിട്ടുള്ള എല്ലാ ജീവരാശിയുടെയും ആശ്രയം സജ്ജനങ്ങളാണ്. എക്കാലത്തും എല്ലാറ്റിനും ആശ്രയം സജ്ജനങ്ങളാണ്. ഒരിക്കലും സദാം മധ്യേ നാവസീതന്തി സന്തഃ. സജ്ജനങ്ങളുടെ മുന്നിൽ ഒരിക്കലും സജ്ജനം തളരില്ല. ഞാൻ ഒരിക്കലും തളരില്ല, എത്ര ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാലും. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സജ്ജനമാണ്. ആ അനുഗ്രഹത്താൽ ഒരിക്കലും എൻ്റെ ശരീരത്തിന്, മനസ്സിന്, ബുദ്ധിക്ക്, പ്രാണങ്ങൾക്ക് തളർച്ചയുണ്ടാവുകയില്ല. അതിനാൽ ഞാൻ തിരിച്ചു പോവുക എന്നുള്ളത് അങ്ങ് നിർബന്ധമായി പറഞ്ഞു എങ്കിലും അത് ഒരിക്കലും സാധ്യമേ അല്ല. അല്ലയോ ഭഗവാനെ, നജപ്രസാദ സത്പുരുഷേഷു മോഘോ. ഒരിക്കലും സത്പുരുഷന്മാരുടെ പ്രസാദം, അവരുടെ അനുഗ്രഹം, അവരുടെ സന്തോഷം അത് ഒരിക്കലും മറ്റുള്ള ആളുകൾക്ക്, നല്ല ആളുകൾക്ക്, ധാർമ്മികന്മാർക്ക് നിഷ്ഫലമായി തീരില്ല. അങ്ങ് എന്നിൽ പ്രസാദിക്കണം,
ആ പ്രസാദം ഒരിക്കലും എന്നിൽ നിഷ്ഫലമായി തീരില്ല. അങ്ങയെ എനിക്ക് കാണാൻ കഴിഞ്ഞു, അങ്ങയോട് സംസാരിക്കാൻ കഴിഞ്ഞു, അങ്ങയെ ആശ്രയിക്കാൻ കഴിഞ്ഞു. അതൊരിക്കലും നിഷ്ഫലമായി തീരില്ല. എന്ന് മാത്രമല്ല, അങ്ങ് തരുന്നതായ അനുഗ്രഹം, സജ്ജനങ്ങൾ തരുന്നതായ അനുഗ്രഹം അതൊരിക്കലും നഷ്ടമായി പോയില്ല. അത് ഒരിക്കലും തന്നെ അഭിമാനക്ഷതത്തെയും ഉളവാക്കില്ല. അതിനാൽ അല്ലയോ ഭഗവാനെ, സജ്ജനങ്ങളാണ് എപ്പോഴും ലോകത്തിന് മുഴുവൻ രക്ഷിതാക്കളായിരിക്കുന്നത്. അങ്ങനെ രക്ഷിതാവായിട്ട് ഞാനിതാ അങ്ങയെ എൻ്റെ കൺമുന്നിൽ കാണുന്നു.